2024 ബംഗ്ലാദേശി ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതോടെ ബംഗ്ലാദേശ് വീണ്ടും സംഘർഷ ഭൂമിയാകുന്നു. ഷെയ്ഖ് ഹസീനയെ അധികാരഭ്രഷ്ടയാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച യുവ നേതാവായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി. ഈ മാസം 12-നാണ് ധാക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖംമൂടിധാരികൾ ഷെരീഫിന്റെ തലയ്ക്ക് വെടിവെച്ചത്. സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 18-നാണ് അദ്ദേഹത്തിന്റെ വിയോഗം. 32-ാം വയസ്സിലായിരുന്നു മരണം. ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ 2024 ജൂലൈ ഓഗസ്റ്റ് പ്രക്ഷോഭത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ ജോലി സംവരണ പരിഷ്കാരത്തിനെതിരായ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് ഷെരീഫ് ഒസ്മാൻ ഹാദി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു. സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സംഘടിപ്പിച്ച ആ മുന്നേറ്റമാണ് വലിയ പ്രക്ഷോഭമായി മാറിയതും ഷെരീഫ് ഒസ്മാൻ ഹാദിയെ ധാക്കയിൽ മുഖമൂടിധാരികളായ അജ്ഞാതർ തലയ്ക്ക് വെടിവെച്ചത്. ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തോടെ ബംഗ്ലാദേശ് വീണ്ടും കലാപഭൂമിയാവുകയാണ്. ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിനെതിരായ പ്രതിഷേധം ധാക്കയും കടന്ന് ചിറ്റഗോങ്ങിലേക്കും രാജ്ഷാഹിയിലേക്കും അടക്കം വ്യാപിച്ചു കഴിഞ്ഞു. ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെ നിരവധി അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.